ഭഗവാനും വേദനിച്ചിട്ടുണ്ട്, ഭഗവാനും വിശക്കാറുണ്ട്. ശരീരമെടുത്താൽ സകല വികാരങ്ങളും അതിനുണ്ടാവും. അതുകൊണ്ടാണ് ക്ഷേത്രമൂർത്തിയെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എല്ലായിടത്തും വ്യാപിച്ചിരിക്കണല്ലേ, അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല, ഭഗവാൻ അങ്ങനെയൊന്നുമില്ല എന്ന് പറയും. എന്നിട്ട് കലശം മുടക്കും, പൂജ കൃത്യമായിട്ട് ചെയ്യില്ല. ബ്രഹ്മല്ലേ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ശരീരത്തിൽ ആ ദേവത ഇരുത്തരുത്. നിങ്ങളൊരു ശരീരത്തിൽ ദേവതയെ ഇരുത്തിയിട്ടുണ്ടോ, നമ്മുടെ ശരീരത്തിനുള്ള സകല വികാര വിചാരങ്ങളും ആ ദേവതയ്ക്കുണ്ടാവും. അതിനെ ഒരു വ്യക്തിയായിട്ട് കണ്ടോളണം. അങ്ങനെ വേണം അതിനെ കാണാൻ. അതിനെ പെറ്റ അമ്മയായിട്ടോ ചേച്ചിയായിട്ടോ സഹോദരിയായിട്ടോ മകളായിട്ടോ ഒരു ഭാവത്തിൽ കാണുക. ഇനി ഗുരുനാഥയായിട്ടാണെങ്കിൽ ഉപാസിച്ചു നോക്കൂ, അതിൻ്റെ ഫലം വിശേഷമായിരിക്കും. ഒരു വ്യക്തിബന്ധം ഉണ്ടാക്കിയെടുക്കണം. അതിന് ദേവതയോട് സംസാരിക്കണം, നമ്മൾ സംസാരിക്കണം. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, വന്നു കഴിഞ്ഞ ഉടനെ തന്നെ പ്രാരബ്ധം പറഞ്ഞിട്ട് കട്ടഴിക്കരുത്. അമ്മയെ കുളിച്ചോ, ഭക്ഷണം കഴിച്ചോ, സന്തോഷമായിട്ടിരിക്കുകയല്ലേ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഒന്ന് ചോദിച്ചു നോക്കൂ. അപ്പം അമ്മ തിരിച്ച് സംസാരിക്കാൻ തുടങ്ങും. ആ സംസാരിക്കാൻ തുടങ്ങലിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ഞാൻ പണ്ടും പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് നിർത്താതെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ പേര് പ്രാർത്ഥന. നമ്മൾ വായടച്ച് മിണ്ടാണ്ടിരുന്നിട്ട് ദേവത പറയുന്നത് കേൾക്കാൻ തുടങ്ങിയാൽ അത് ധ്യാനം. ദേവതയെ വ്യക്തിയായിട്ട് കാണുക എന്നുള്ള ഒരു ധർമ്മം നമുക്കുണ്ട് ക്ഷേത്ര സങ്കല്പങ്ങളിൽ. പ്രത്യേകിച്ച് ഒരു ദേശം ഗ്രാമമൊക്കെ ആകുമ്പോൾ ആ ദേശത്തിൻ്റെ ഗ്രാമത്തിൻ്റെ പെറ്റമ്മയാണത്. അവളുടെ മനസ്സ് തണുപ്പിക്കണം. അവളുടെ മനസ്സ് തണുപ്പിച്ചാൽ ദേശത്തുള്ളവരുടെ മനസ്സ് തണുക്കും, ഒരു സംശയവും വേണ്ട അതിൽ. മാരിയമ്മയുടെ സങ്കല്പം പറയുമ്പോൾ പറയും, മാരിയമ്മയെ ഒരു കല്ലായിട്ടാണ് വയ്ക്കുക. ഇതേപോലെ സ്വയംഭൂ പോലൊരു കല്ലായിരിക്കും. പിൽക്കാലത്താണ് അതിൽ മുഖമൊക്കെ വെച്ച് കൊടുക്കാൻ തുടങ്ങിയതും പുറകിൽ അലങ്കാര വിഗ്രഹം വെക്കാനൊക്കെ തുടങ്ങിയത്. മാരിയമ്മയുടെ ശിരസ് മാത്രം കല്ലായിട്ട് നമ്മൾ ഉപാസിക്കുകയാണ്. ശരീരം ആ ഗ്രാമമാണ്. അപ്പം എന്താ, ആ ഭൂമിയെ ആക്രമിക്കുന്ന സകല രോഗദുരിതങ്ങളും മോശപ്പെട്ട ശക്തികളെയും ഒക്കെ ആ അമ്മയാണ് വലിച്ചെടുക്കുക ആദ്യം. അതുകൊണ്ടാണ് അവളെ മാരിയമ്മ എന്ന് വിളിച്ചത്. അവൾക്ക് ശക്തി കുറഞ്ഞാൽ ഈ രോഗദുരിതങ്ങൾ ആ ഗ്രാമത്തിലേക്ക് ഇറങ്ങും. ഇപ്പൊ ഇവിടെ ഇരിക്കണ ഈ അമ്മ നിങ്ങളറിയാതെ എന്തൊക്കെ ആപത്തുകളെയും ദുഷ്ടശക്തികളെയും വലിച്ചെടുത്തോണ്ടിരിക്കണ്ടാവുമെന്ന് ആ അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് അവളെ ആരോഗ്യത്തോടെ ഇരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. അവളെ സന്തോഷിപ്പിച്ചിരുത്തേണ്ടത്, അവളുടെ മനസ്സ് തണുപ്പിച്ചിരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. അമ്മ അതൊന്നും നമ്മുടെ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. നമ്മളിവിടെ വരുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആവിർഭവിച്ചതാണ്. പക്ഷെ നമ്മുടെ കടമയാണ്.